ബിജെപിയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കോൺഗ്രസ് പാർട്ടി മാറിയെന്ന് പ്രകാശ് കാരാട്ട്. അസാമിൽ ബിജെപിക്കായി മത്സരിക്കുന്നത് പഴയ കോൺഗ്രസ് നേതാക്കളാണെന്നും കാരാട്ട് പറഞ്ഞു. പ്രചാരണത്തിന് ആവേശം പകർന്നുകൊണ്ട് കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു കാരാട്ട്. ബിജെപിക്ക് നേതാക്കളെ നൽകുന്ന വിതരണ കേന്ദ്രമാണ് കോൺഗ്രസ് എന്ന് CPIM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞു. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിൽ നിലവിലുള്ള BJP മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ നേരത്തെ കോൺഗ്രസ് സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള 4 പേർ കോൺഗ്രസ് നേതാക്കളാണ്. PCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് BJPയിൽ ചേർന്നത്. The chief minister of that government is called Hemanta Biswa Sharma. Now, who is Hemanta Biswa Sharma? Some years back, he was the deputy chief minister of the Congress government. He defects to the BJP and then becomes the BJP's chief minister. There are 3 other ministers who were Congress ministers in the Congress ministry. Now they have become BJP ministers in the BJP ministry. And just last week, one of the MPs, Congress MPs from the Lok Sabha from Assam, a former PCC president, he has joined the BJP. പുതുപ്പള്ളി മണ്ഡലം LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണനായും ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിളിനായും കോട്ടയത്തെ K അനിൽകുമാറിനായും സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ പ്രകാശ് കാരാട്ട് പങ്കെടുത്തു. കോട്ടയത്തെ പൊതുയോഗത്തിൽ കാരാട്ടിന്റെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സ്ഥാനാർത്ഥി കൂടിയായ K അനിൽകുമാർ ആയിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന യോഗത്തിൽ LDF നേതാക്കളും പങ്കെടുത്തു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.